ഹലോ, അസ്സാം വലൈക്കും. അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഇന്ന് പാക്കിംഗ് വീഡിയോ ആണ്. കാര്യമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടൊന്നല്ല പറയുന്നത്. തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വീട്ടമ്മയായിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ചെറിയൊരു വരുമാനം നമുക്കൊരു പോക്കറ്റ് മണി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പല മാർഗ്ഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. കാരണം ഞാൻ ആദ്യം തന്നെ പറയാം, ഇതിൽ മേക്കിംഗ് വീഡിയോസും അങ്ങനെയൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി ഒന്നും അറിയാത്തവർക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഉള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കാം. നമുക്ക് എന്താ പറയുക, ഒരു വീട്ടിലിരുന്നൊരു വീട്ടമ്മയാണ്, നമുക്ക് എന്തൊക്കെയോ പല ആവശ്യങ്ങളും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളെ ഫോണിൽ റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുറത്തോട്ടോ എന്തെങ്കിലും പോകുമ്പോൾ ഹസ്ബൻഡ് കൂടെ തന്നെ പോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കാണാൻ ഒരു 10 രൂപ 20 രൂപ സാധനമാണെന്ന് നമുക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അത് അവരുടെ കൈകൊണ്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ എന്തിനാണത്, ഇതെന്തിനാ, അതുകൊണ്ട് എന്താ ഉപകാരം, അത് വെറുതെയാണ്, അങ്ങനെയാണെന്നൊക്കെ പറച്ചിലുണ്ടാവും. അത് എല്ലായിടത്തും ഉള്ളതാണ്. കാരണം അവരെ നയിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്, അവരാണ് കുടുംബം നടത്തുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. കാരണം വെറുതെ ക്യാഷ് കളയണമെന്നില്ല ഇതുണ്ടാവും, അത് ആരാണെങ്കിലും ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ അത്ര അതിന് മാത്രം ക്യാഷുള്ള ആളുകൾക്കാണ് അതൊന്നും ചിന്തിക്കാതെ നമുക്ക് കയ്യിൽ ക്യാഷ് തരുന്നത്. പക്ഷേ മിഡിൽ കാസ്റ്റ് ആയിട്ടുള്ള ആർക്കാണെങ്കിലും നമുക്ക് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്തിനു ചിലവാക്കി, എങ്ങനെയാണ്, എന്തൊക്കെ വാങ്ങി, എന്തിനാണ് ഉപയോഗിക്കുന്നത്, എല്ലാം നമ്മൾ കണക്ക് സഹിതം ബോധിപ്പിക്കേണ്ട ആവശ്യം വരും, ഇല്ലേ? അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും, അങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ തന്നെയാണ്. ഞാനും വലിയ ആളൊന്നുമല്ല, മിഡിൽ കാസ്റ്റ് തന്നെയാണ്. എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഹസ്ബൻഡിനോട് ചോദിക്കണം, ഹസ്ബൻഡ് ക്യാഷ് തരും. പക്ഷേ എത്ര രൂപ ചിലവായി അത് പറയണം, ബാക്കി പൈസ ഇവിടെ, അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. പക്ഷെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഏണിങ്സ് വേണം. അതിപ്പോൾ എന്താ പറയുക, നല്ല നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അധികമൊന്നും ഞാൻ പറഞ്ഞില്ല, 1000 10,000 ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്കൊരു മാസത്തിൽ ഒരു 500 രൂപയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിലും അതിനും ഒരിതുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു കൂട്ടി വെച്ചിട്ട് നമുക്കതൊരു വലിയൊരു തുകയാക്കാൻ പറ്റും ഇല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് തയ്യൽ. അതായത് ഇപ്പോൾ മെഷീൻ എല്ലാവരുടെ കയ്യിലുണ്ടാകണമെന്നില്ല. അപ്പോൾ ചെറിയൊരു സംരംഭം, അതായത് നമുക്ക് മുടക്കുമുതലില്ലാതെ എന്തായാലും നമുക്ക് ഒന്നും സാധിക്കില്ല. അതായത് 5 പൈസ കയ്യിലില്ലാതെ നമ്മൾ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അതിന് ഒന്നെങ്കിൽ 5 പൈസ അല്ലാതെ തന്നെ റീസെല് ചെയ്യണം. അതായത് വേറൊരാൾക്കാരെ നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ട് റീസെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് നെറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഫോണിൽ നെറ്റ് സ്റ്റാറ്റസ് വയ്ക്കുക, ആരെങ്കിലും അയച്ചു കൊടുക്കുക, അങ്ങനെ അത് അവരെ 200 രൂപയുടെ സാധനം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 20 രൂപയൊക്കെ എക്സ്ട്രാ ആഡ് ആക്കിയിട്ട് 220 രൂപക്കൊക്കെ സെയിലാക്കുക. അതേ സെയിം സാധനം അവരെന്നെ അയച്ചു കൊടുക്കും, നമ്മൾ അഡ്രസ്സിന് അവരെന്നെ അയച്ചു കൊടുക്കും, 20 രൂപ നമുക്ക് കിട്ടും. അങ്ങനെ അതേ പിന്നെ നമ്മളെ കയ്യിലുള്ള ഏക മാർഗ്ഗമുള്ളൂ റീസെല്ല്. അതാണ് പിന്നെ നമുക്ക് മുടക്ക് മുതലില്ലാതെ ചിലവാക്കാൻ പറ്റുന്നതാണ് റീസെല്ല്. അത് ചില ആൾക്കാർക്ക് റീസെല്ല് പറഞ്ഞാൽ ഡ്രസ്സുണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്, ജ്വല്ലറി ഐറ്റംസ് ഉണ്ട്, ഹെയർ ബാൻഡുകളുണ്ട്, പിന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിലാവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഇപ്പോൾ റീസെല്ലായിട്ടും നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റീസെല്ലായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ് നമുക്ക് മുടക്ക് മുതലില്ലാതെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു 5 10 കുറച്ച് രൂപയെങ്കിലും 2000 അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ്, ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ, അതായത് തയ്ക്കുന്ന മെഷീനൊക്കെ വാങ്ങാൻ കിട്ടും സെക്കൻഡ് ഹാൻഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ വാങ്ങിക്കുക, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുക. അതായത് കീറിയും പറഞ്ഞൊക്കെ അടിച്ച ആൾക്കാർ, സമയമില്ലാത്തവരുണ്ടാവും, ഇത് അടിക്കാൻ അറിയില്ലാത്തവരുണ്ടാവും. ഇതിന് വലിയ പണിയൊന്നുമില്ല. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. പുതിയത് വാങ്ങിയിട്ട്, തയ്യൽ മെഷീൻ വാങ്ങിയിട്ട് ട്രൈ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരുവിധം എല്ലായിടത്തും ഇപ്പോൾ തയ്യൽ മെഷീൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്ന റിലേറ്റീവ്സിൻ്റെ കയ്യിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് അടിച്ച് നോക്കുക. അതത്ര വലിയ പണിയുള്ള ജോലിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അതും ചെയ്യുന്നുണ്ട്. ഞാൻ അടിച്ച് പുറത്തോട്ട് കൊടുക്കലില്ല. പക്ഷേ ഞാൻ എൻ്റെ മോന് 10 മാസമായെന്ന് ഞാൻ പുറത്ത് പോയിട്ട്, അതായത് ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, അവിടെ പോയിട്ട് ഞാൻ മോന് 10 മാസമായെന്ന് പോയിട്ട് ദിവസം 3 മണിക്കൂർ പോയിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഞാൻ ചുരിദാർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ തന്നെ നൈറ്റ് അടിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഷർട്ട് അടിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്, വലിയവർക്കൊന്നും അടിക്കാൻ പറ്റില്ല. മോന് ചെറുതായിരുന്ന ഷർട്ട്, പിന്നെ എന്താ പറയുക, നിക്കറുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഷോർട്ട്സുകൾ, അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചുരിദാർ മാത്രമേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് തന്നെ തോന്നണം, എനിക്കിനി പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വേണം. അല്ലാതെ ആർക്കാനും വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ വേറെ ആർക്കും പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അവനവൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു ബോധം വേണം.
അങ്ങനെ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതൊരു തയ്യൽ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, എന്താ ഈ റിസിൻ ആർട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് ചെയ്യാൻ പറ്റും. അതെല്ലാവർക്കും പറ്റണമെന്നില്ല. ചെറിയ മക്കളുണ്ട് അങ്ങനെ അതിൻ്റെ ആ റിസിനൊക്കെ തട്ടിയിട്ട് കുട്ടികൾക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും അതും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടും കരിമണിയൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ഈ ജ്വല്ലറി ഐറ്റംസുകളൊക്കെ ചെയ്യുന്നില്ല, അതുപോലെ അങ്ങനെയും സെയിലാക്കാൻ പറ്റും. പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഡ്രസ്സ് ഞാൻ പറഞ്ഞ സ്റ്റിച്ച് ചെയ്യുന്നത് പല മോഡലും സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ പറ്റും. പിന്നെ ചില ആളുകൾക്കൊക്കെ എന്താ പറയുക, എഴുതാനും എന്താ പറയുക ഈ കാലിയോഗ്രഫി എന്നൊക്കെ പറയുമല്ലോ, എഴുതിൽ കൂടെ ഇതാക്കാൻ പറ്റുന്നത്. പിന്നെ വരയ്ക്കാനൊക്കെ ഇപ്പോൾ നമ്മൾ എന്താ A4 ഷീറ്റിൽ വരച്ചിട്ട് ഇതാക്കിയിട്ട് അതിൽ നിന്നൊക്കെ നമുക്കൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് പ്രകൃതിയുടെ ഓരോ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഇതുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും മുടഞ്ഞിട്ട്, അതായത് നമ്മൾ ഈർപ്പ കൊണ്ടൊക്കെ പണ്ട് ഈർപ്പ കൊണ്ടൊക്കെ ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്നത് ഈർപ്പ കൊണ്ട് മുടഞ്ഞിട്ട് കൈ ചെയിനും മോതിരമൊക്കെ ഉണ്ടാക്കിയിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ABCD അറിയില്ല കേട്ടോ. അതിനെങ്ങനെ ഞാൻ ചെയ്തതെന്ന് എനിക്കെന്നെ അറിയില്ല. പക്ഷെ അന്നൊരു എനിക്കൊരു ഇതുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് ചെറുപ്പകാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഹെയർ ആക്സസറീസ് ബിസിനസ്. അത് ഹെയർ ആക്സസറീസ് നമുക്ക് വാങ്ങിയിട്ട് കുറഞ്ഞൊരു എമൗണ്ട് എന്തായാലും ഒരു 1000 രൂപയ്ക്ക് എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ നോക്കുക. വലിയ ലാഭം നിങ്ങൾ പ്രതീക്ഷിക്കരുത്, അത് എതിർന്നായാലും കിട്ടില്ല. വലിയ ലാഭം എന്നല്ല, നമ്മൾ ചിലപ്പോൾ ഒരു 10 ഹെയർ ബ കൊടുത്താലാണ് നമുക്ക് ചിലപ്പോൾ ഒരു 100 രൂപ കിട്ടിയ ലാഭം ഒന്നും ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മൾ സ്വരുക്കൂട്ടി വിൽക്കുക, അങ്ങനെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഈ ജ്വല്ലറി ഐറ്റംസുകൾ സെയിൽ ചെയ്യാൻ നോക്കുക. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കരിമണിയുടെ ട്രെൻഡിങ് ആണ്. എന്നും ഏത് പ്രായക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ് കരിമണിയുടെ ബ്രേസ്ലെറ്റുകളും ഇതൊക്കെ. അപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഓരോ ബിസിനസ്സും നമുക്ക് ഫുഡ് ഐറ്റംസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ഇപ്പോൾ കേക്ക് അതുണ്ടാക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് പുഡിങ്സുകളും പിന്നെ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ് കേട്ടോ. അതെല്ലാവർക്കും ഉണ്ടാക്കണം എന്ന് അറിയണമെന്നില്ല, കാരണം അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഒരുപോലെ തന്നെയാണ്. ചില ആളുകൾക്കുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, കാറ്ററിംഗ് സർവീസ് നടത്തുന്ന എത്രയോ സ്ത്രീകളുണ്ട്, വീട്ടിലിരുന്നുകൊണ്ട് എത്രയോ സ്ത്രീകൾ കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട്. അവർ ബിരിയാണികളും മറ്റും 5-10 കിലോനൊക്കെ വെച്ച് കൊടുക്കുന്നത്, പിന്നെ പുഡിങ്ങുകളും കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ കേക്ക് ബിസിനസ് നടത്തിയിട്ടുള്ള കേക്ക് ബിസിനസ് നല്ല തന്നെയാണ്, പക്ഷേ അത് എപ്പോഴും നമുക്ക് ഓർഡർ കിട്ടണമെന്നില്ല, അതങ്ങനെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുടിൽ വ്യവസായം പോലെ നമുക്ക് എന്താ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാം, നല്ല പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ കുടുംബശ്രീയുടേതും അല്ലാതെ നമുക്ക് സ്വയം സംരംഭക എന്നുള്ളതിന് നമുക്ക് എല്ലായിടത്തുനിന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുകാര്യങ്ങളും ശ്രദ്ധിക്കണം, എന്നാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ നമ്മൾ വെറുപ്പിക്കലായിരിക്കും. കാരണം അവരുടെ സപ്പോർട്ടൊക്കെ നമുക്ക് വേണം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ ഭർത്താക്കന്മാരുടെ സപ്പോർട്ടും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ, കാരണം വേറെ ഒന്നുമില്ലല്ലോ, അവൾ വീട്ടിലിരുന്ന സാധനങ്ങളൊക്കെ, അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്, മക്കളെയും എൻ്റെ ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്, പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന വിചാരിക്കുന്ന ആളുകളുണ്ടാവും, ആണുങ്ങൾ. അല്ലാതെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ തകിടം മറിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല, നമുക്ക് ആരുടെയും മുന്നിൽ ന്യായം പറയാനും കഴിയില്ല. നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ടൈം ഉണ്ടാവും. ഇപ്പോൾ എനിക്കെൻ്റെ ചെറിയ മോളുണ്ടായതുകൊണ്ടാണ് ടൈം, കാരണം ചെറിയ മക്കളാകുമ്പോൾ നമുക്ക് അവർക്ക് കൂടുതലായിട്ട് സമയം കൊടുക്കേണ്ടി വരും. വലിയ മക്കളൊക്കെ സ്കൂൾ പോകുന്ന മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂ. അത്രയും സമയം അപ്പോഴത്തേനാണ് നമുക്ക് ഏകദേശം പണികളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുറേ സമയം ഉണ്ടാവും, കുറേ TV കണ്ടിട്ടും മൊബൈൽ കണ്ടോളൂ, അതിന് കുറേ നല്ല കാര്യങ്ങളും ഉണ്ടാവും, ഒക്കെ എല്ലാം ഉണ്ടാവും, എല്ലാത്തിനും ചീത്തം അകം പുറമുണ്ടല്ലോ. അപ്പോൾ കുറേ കിടന്നുറങ്ങിയിട്ടൊക്കെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സങ്കടമാണ്. കാരണം എത്രയോ വർഷങ്ങൾ, എത്രയോ ടൈമാണ് ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടുള്ളത്, എത്രയോ ടൈം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് സങ്കടമാണ്. പക്ഷേ അതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട് ദാസാന്ന് പറയുന്ന പോലെയാണ്. എനിക്കിപ്പോഴാണ് അതിൻ്റെ സമയം വന്നിട്ടുള്ളത്. ഇപ്പം എനിക്ക് സങ്കടമാണ്. അതൊക്കെ എനിക്കിപ്പോൾ തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ, ആ സമയങ്ങളൊക്കെ എനിക്ക് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ സമയം തികയുന്നില്ല, 24 മണിക്കൂർ ഇപ്പോൾ എനിക്ക് സമയം തികയുന്നില്ല. അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ബിസിനസ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എനിക്ക് ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യാൻ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സായിട്ട് എനിക്കറിയുന്നത് പോലെ ഞാൻ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലത്തെ ചെറിയ ചെറിയ മോട്ടിവേഷനുകളും ഉണ്ടാവും, എനിക്ക് പറ്റുന്ന പോലെ തന്നെ മോട്ടിവേഷൻ. അപ്പോൾ കുറഞ്ഞ രീതിയിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ നിങ്ങളെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടാവും, വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീട്ടിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മളെ കാര്യങ്ങളും നടക്കണം. ഒറ്റയടിക്ക് 1000 2000 ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് അത് ചെറുതാണ് വലുതാവുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല, അതിന് വലിയ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ചതാണ്. അതിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് എനിക്ക് തോന്നി. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.